ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട് വൃത്തിയാക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ള ബേസിക് ആയിട്ടുള്ളൊരു ടാസ്ക് ആണല്ലേ. നമ്മൾ വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഇപ്പോൾ സുഖമില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊരു മൂഡില്ല, അങ്ങനെയാണെങ്കിലും നമുക്ക് വീട് എങ്ങനെ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമ്മുടെ വീട് നീറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ എൻട്രി വേന്ന് തുടങ്ങുക. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലുള്ള ഏരിയ നമ്മൾ ക്ലിയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെരുപ്പോ പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. നമ്മൾ ക്ലീനിങ് അല്ല ഉദ്ദേശിക്കുന്നത്, പൊടി ഒക്കെ ഡസ്റ്റ് ചെയ്ത് മോപ്പ് ചെയ്ത് അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. സാധനങ്ങൾ അതത് പ്ലേസിലില്ലാതെ മാറിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം കയറി വരുവാണെങ്കിലും നമ്മുടെ ഗസ്റ്റ് ആദ്യം വരുവാണെങ്കിലും ആദ്യം കാണുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻട്രി വേ ആണ്. അപ്പോൾ അത് ക്ലിയറാക്കി വെക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇനിയത്തൊരു കാര്യം, നമ്മുടെ വീട്ടിൽ ഒരുപാട് ഫ്ലാറ്റ് സർഫസസ് ഉണ്ട് അല്ലേ. ഡൈനിങ് ടേബിള്, അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ്, പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലുള്ള കൗണ്ടർ, പിന്നെ നമ്മുടെ ഫ്ലോർ ആണെങ്കിലും ഫ്ലാറ്റ് സർഫസസ് ആണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് സർഫസസിൽ ഒന്ന് നമ്മൾ സാധനങ്ങളുണ്ടെങ്കിൽ എടുത്തു മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ TV യൂണിറ്റ് ഇരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാം. ഡസ്റ്റിങ് പോലും അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റിമോട്ടോ എന്തെങ്കിലും പാത്രങ്ങളോ വയറോ ചാർജറോ ഇതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ് വെച്ചിട്ട് ആ ഒരു സ്പേസ് ക്ലിയർ ആക്കി ഇടുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മേലെ സാധനങ്ങളുണ്ടെങ്കിൽ അതും മാറ്റിയിട്ട് ക്ലിയർ ആക്കി ഇടാം. ഈ ഫ്ലാറ്റ് സർഫസിനെ ക്ലട്ടർ മാഗ്നറ്റ് എന്നാണ് പറയുക. നമ്മൾ എന്ത് വെച്ചാലും പുതിയ ഐറ്റംസ് നമ്മളോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ വീണ്ടും കൊണ്ട് വെക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കുക, അല്ലെങ്കിൽ എടുത്തു മാറ്റുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ് ടൈമിന് മുന്നേ ഒരു ക്വിക്ക് ക്ലീനിങ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്വിക്ക് ടൈഡി അപ്പ് ഇതുപോലെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്തിടുക. ഇത് നമുക്ക് ചെയ്യാം, നമ്മുടെ കുട്ടികൾക്കും ചെയ്യാം, നമ്മുടെ പാർട്ട്ണറിനും ചെയ്യാം. എല്ലാവരും കൂടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് ഇത് ചെയ്യുക. അപ്പോഴും നമ്മുടെ വീട് ഒന്നൊരു റീസെറ്റ്, ഒത്തിരി ക്ലീനിങ് ചെയ്യാതെ തന്നെ ഒന്ന് ടൈഡി അപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി നമ്മളൊരു 5 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഗുഡ് ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. കുട്ടികൾക്കാണെങ്കിലും ലൈഫ് ലോങ് ഒരു നല്ലൊരു ഹാബിറ്റ് ഫോം ചെയ്തെടുക്കാനും പറ്റും. അടുത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് റൂമിലുള്ള ടീപ്പോയില്ലേ, കോഫി ടേബിള്, അത് ക്ലിയറാക്കി വെക്കുക എന്നുള്ളതാണ്. അതിലും നമ്മൾ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ചിടുക. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും രാത്രി TV ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇടുക. പിന്നത്തെ ഒരു കാര്യം, ലിവിങ് റൂമിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സോഫയാണ്. സോഫയുടെ പുറത്തും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ തുണിയൊക്കെ ഉണങ്ങിയിട്ട് ചിലപ്പം സോഫയിൽ കൊണ്ടുവന്ന് ഇടാം, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവരുടെ ബാഗ്, വാട്ടർ ബോട്ടിൽ ഇതൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റുക. ഇപ്പം മാക്സിമം കുറച്ച് കുഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അടുക്കി പെറുക്കി വെക്കാനുള്ള ഐറ്റംസും കുറയും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മുടെ ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യാവുന്ന ഒരു ഹാബിറ്റാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ടൈഡിയ പ്രോസസ്സിൽ ഇത് ചെയ്ത് പോവുക. ഇത് നമുക്ക് സൈക്കോളജിക്കൽ ഇഫക്റ്റുള്ളൊരു ടാസ്ക്കാണ്. കാരണം നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് വരും. അപ്പോൾ ഒരു വലിയ ടാസ്ക് ചെയ്ത് തീർത്ത ഒരു ഫീലിംഗ് വരും. അത് നമുക്ക് കൂടുതൽ ടാസ്കുകൾ ചെയ്ത് തീർക്കാനുള്ളൊരു എനർജി കിട്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബെഡ് സൈഡിലുള്ള ടേബിളും കൂടി ക്ലീൻ ആക്കുക. ചിലപ്പോൾ ആ ടേബിളിൽ ഡ്രോയേഴ്സ് ഉണ്ടാവും, അതിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഡെയിലി ഒരു 1 മിനിറ്റ് 2 മിനിറ്റോ എടുത്തിട്ട് അത് ടൈഡിയപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തൊരു കാര്യം, സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും അല്ല കുട്ടികൾ പഠിക്കുന്നതാണെങ്കിലും നമ്മുടെ ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതെടുത്ത് ബാഗിനകത്തോട്ട് ആക്കി വെക്കുക. അപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികളും അത് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ക്ലട്ടർ വരും, അല്ലെങ്കിൽ ഡസ്റ്റ് പിടിക്കും. ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അടുത്തൊരു കാര്യമാണ് ലോണ്ട്രി. നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ
ഇത് ചെയ്താൽ നമുക്ക് ഡെയിലി വരുന്ന ജോലി മാനേജ് ചെയ്ത് പോകാൻ പറ്റും. വീട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കും. വീട് ക്ലീൻ ആയിട്ടിരിക്കുന്നതിൽ ഒരു ബിഗ് പൈൽ ഓഫ് ക്ലോത്ത്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലീനിങ്ങിന് ഒരു വിഷ്വലി അതൊരു ക്ലട്ടർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ കുളി കഴിഞ്ഞിട്ടുള്ള തോർത്ത് അവിടെ ഇവിടെയൊക്കെ ഇടുന്നത് നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. അതിനൊരു ഡെസിഗ്നേറ്റഡ് പ്ലേസ് വെച്ചിട്ട് അവിടെ തന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് പോയി വന്നു കഴിഞ്ഞാൽ ഊരിയിടുന്ന ഡ്രസ്സുകൾ അവിടെ ഇവിടെ ഇടാതെ അതും ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീനാക്കി വെക്കുക. അതിന് വേണ്ടി ഒരു ടവൽ വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്യുക. ടാപ്പും മിററും ഒക്കെ ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്യുക. പിന്നത്തെ ഒരു കാര്യം, നമ്മൾ ഡീക്ലട്ടറിങ്ങും മിനിമലിസവും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനും നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ പോലെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് പറ്റുമ്പോഴൊക്കെ ഒന്ന് വാക്യൂം ചെയ്ത് വിടുക. റോബോ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ അതും ഒന്ന് എടുത്ത് ഒന്ന് ഓണാക്കി വിടുവാണെങ്കിൽ കുറേയും കൂടി നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരുപാട് നമ്മൾ എഫേർട്ട് ഇടാതെ തന്നെ നമ്മുടെ വീട് നല്ല ടൈഡി ലുക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലീനിങ് ചെയ്യാനൊരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു പോയാൽ നമ്മുടെ വീട് എന്തായാലും ക്ലീൻ ആയിട്ടിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്കത് ഒരുവിധം 10-12 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് ഒരു Q&A വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.